ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാനിതൊന്നും ഇവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കിവിടെ റൈസ് പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് റൈസും പാലുമാണ്. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 കപ്പ് പാലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് 5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. അപ്പോൾ 5 കപ്പ് പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 1/2 കപ്പ് അരിയാണ് ഇതിൻ്റെ കറക്റ്റ് ഒരളവായിട്ട് കിട്ടുക. അതായത് 100 ഗ്രാം അരി നിങ്ങൾ അളന്നെടുക്കുക. എന്നാലാണ് നമുക്ക് ഇത് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള അരി നമ്മൾ നെയ്ച്ചോറിന് എടുക്കുന്ന വയനാടൻ കൈമയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ സാധാരണ പച്ചരി നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മൾ നെയ്ച്ചോറിന് ഉപയോഗിക്കുന്ന വയനാടൻ കൈമയോ അല്ലെങ്കിൽ ജീരകശാലയുടെ മറ്റേതെങ്കിലും ബ്രാൻഡിലുള്ള അരിയോ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ അരി കഴുകിയിട്ട് നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റവ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റവ് ഓൺ ആക്കുള്ളൂ. അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ട് ഞാനിപ്പോൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അരി ഇളന്ന അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തു. അപ്പം നിങ്ങളൊരു കറക്റ്റ് അളവിൽ ഇതുപോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മധുരം കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ അരിയുടെ അളവ് കൂടുകയോ ഒന്നും ചെയ്യില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ്, ഇപ്പോൾ 1/2 കപ്പ് അരി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ കുറഞ്ഞ അളവിലുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒന്നും ഫ്രൈ ചെയ്യാതെ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട, ഇത് തിളയ്ക്കുന്ന വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലപോലെ തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി കുക്കർ മൂടി വയ്ക്കാം. അപ്പോൾ തിളക്കിന് വരെ കുക്കർ മൂടി വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ മൂടാം. അത് നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മൂടി വയ്ക്കുന്നത്. കുക്കർ മൂടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കണം. വെയിറ്റ് ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ, അതായത് നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ദമ്മിടുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഇടില്ലേ, അതേപോലെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇനി ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുക്കറിന് വെയിറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് ഇട്ട് വെക്കണം. അതായത് ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂടാൻ പാടില്ല. അത്രയും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് ഇട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആകെ അടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് തണുത്ത പാലിൽ ഞാനിവിടെ ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കഴിഞ്ഞേക്കുന്നു. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രഷർ റിലീസായി പോകും. കുറച്ച് പ്രഷർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പ്രഷർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഇവിടെ റൈസ് പുഡിങ് നല്ലപോലെ കുറുകി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടിയും ഇത് കുറുകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ കുറുകിയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ സാഫ്രോൺ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സെർവിങ് ബൗളിലേക്ക് കുറച്ച് സാഫ്രോൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രോൺ മിൽക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ റൈസ് പുഡിങ്ങിലും നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന സാഫ്രോൺ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഈ സാഫ്രോൺ മിൽക്കിൻ്റെ ഒപ്പം നമുക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് എസൻസ് കുറച്ച് 1-2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റോസ് എസൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് റൈസ് പുഡിങ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ റോസ് വാട്ടർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് റോസ് എസൻസ് 1-2 ഡ്രോപ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് വളരെ ചൂടോട് കൂടി തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്കിത് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പിയിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും